Good afternoon to all. Okay, the other day I gave you one work. In the last computer class I gave some work. Who did not do the work? Some had done the work and posted in the group, but some did not do. Who was that? Farha Fatima, please listen here. Farha Mole, please listen. Okay, don't look here and there. Okay, who did not do the homework? And the homework just raise your hand, please. Those who are not done the homework means I told you to do this work. This work only few students had done the homework. Who all did not do? See hereafter, if any teacher give you homework, you have to do the homework in time. Okay? The teacher homework you are good children. Am I correct? Are you not good children? Yes. Good children. Homework you are good children. Okay. Show me like this way if you are good children. Show your thumb. Okay. Minhaj, are you not good child? Minhaj. Yes. Very good. എല്ലാരും good children ആണ്. അപ്പോൾ നിങ്ങൾ homework ഒന്ന് ചെയ്യണ്ടേ? ചെയ്യണം. Okay. Eric, unmute ചെയ്യില്ല മോനെ. ടീച്ചർ ഞാൻ ഇന്നലെ ആ പുസ്തകം എടുത്തത്. Okay. ഞാൻ അത് ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു. മോനെ കാണാമായിരുന്നു. ക്ലിയർ ആയിട്ട് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ടൈം ഇനി മുതൽ തരുന്ന ഹോംവർക്ക് എല്ലാവരും ചെയ്യണം കേട്ടല്ലോ. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഗ്രൂപ്പിലേക്ക് ഇടുക. നിങ്ങളുടെ പേര് എഴുതണം പ്ലസ് സബ്ജക്ട് നെയിം. ഏത് സബ്ജക്റ്റിന്റെ ആണോ ഹോംവർക്ക് ഉള്ളത് ആ സബ്ജക്റ്റിന്റെ പേരും കൂടി എഴുതണം. സപ്പോസ് കമ്പ്യൂട്ടർ ആണെങ്കിൽ ഇഫ് ഷിഫാന ഫാത്തിമയുടെ ഹോംവർക്ക് ആണെങ്കിൽ നെയിം എഴുതും ഷിഫാന ഫാത്തിമ എന്നല്ലേ. അതിന്റെ താഴെ നിങ്ങളുടെ സബ്ജക്ട് കമ്പ്യൂട്ടർ എന്ന് എന്നും കൂടെ സബ്ജക്റ്റിന്റെ പേര് എഴുതുക. മനസ്സിലായോ? ഇത് ഇടയ്ക്ക് പോയിട്ട് നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് സൗണ്ട് ഒക്കെ വരുന്നത് എല്ലാരും കേൾക്കും നിങ്ങളുടെ സൗണ്ട്. ഓക്കെ. ആൻഡ് മുഹമ്മദ് ബീവി പ്ലീസ് സിറ്റ് പ്രോപ്പർലി. മുഹമ്മദ് ബീവി ഡോണ്ട് ജമ്പ്. ഓക്കെ. സോ ഫസ്റ്റ് പിക്ചറിൽ എന്തായിരുന്നു? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കയ്യിലില്ലേ? എന്തായിരുന്നു ഫസ്റ്റ് പിക്ചറിൽ ഉണ്ടായിരുന്നേ? വാട്ട് വാസ് ഫസ്റ്റ് വൺ ഈസ് എ ഫ്രിഡ്ജ്, റെഫ്രിജറേറ്റർ. ഓക്കെ. ആൻഡ് സെക്കൻഡ് വൺ ഈസ് എ വാച്ച്. തേർഡ് വൺ ഈസ് എ washing machine, and fourth one is a cutting player, isn't it? And write the names of these machines. Now what we said, and the next one is put a tick mark to the machines that need electricity to run. Idil electricity avashyammulla machine oru tick mark idanayirunnu. Rishikesh, are you listening? Or are you mending other business? വേറെ എന്തെങ്കിലും ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ? യു ഹാവ് ടു ലിസൺ ഇൻ ദ ക്ലാസ്. ഓക്കെ. ടീച്ചർ കാണുന്നുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും വേറെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണോ എന്ന് അറിയാൻ വേണ്ടിട്ട്. ഓക്കെ മോനെ, ഇവിടെ ശ്രദ്ധിക്കാം. നെക്സ്റ്റ് സെയിം ഫസ്റ്റ് വൺ ഇലക്ട്രിസിറ്റി നീഡ് ആയിട്ടുള്ള സാധനമാണോ ഫ്രിഡ്ജ്? ഫ്രിഡ്ജിന് ഇലക്ട്രിസിറ്റി വേണോ? യെസ് ഓർ നോ? ഇഫ് യെസ് യു ജസ്റ്റ് ഷോ മീ യുവർ തമ്പ്. ഇഫ് ഇറ്റ് ഈസ് നോ, ഷോ ദ തമ്പ് ലൈക്ക് ദിസ് വേ. ഫ്രിഡ്ജിന് കറണ്ട് വേണോ? വൈദ്യുതി വേണോ പ്രവർത്തിക്കാൻ? യെസ്, നീഡ്. ഓക്കെ. ഹൗ ടു പുട്ട് എ ടിക്ക് മാർക്ക് ഫോർ റെഫ്രിജറേറ്റർ. സെക്കൻഡ് വൺ ഈസ് വാച്ച്. ഫോർ വാച്ച് ഈസ് ഇറ്റ് ഇലക്ട്രിസിറ്റി നെസസറി? ഈസ് ഇലക്ട്രിസിറ്റി നെസസറി ഫോർ വാച്ച്? നോ. ഓക്കെ. കേൾക്കുന്നില്ലല്ലോ. ഹൂ കാണ്ട്? ആർക്കാ കേൾക്കാൻ പറ്റാത്ത? പേര് പറയണം. പേര് പറ. സേ ദ നെയിം. Who can hear? Okay. Who cannot hear? Okay. Next. ക്ലാസ് കേൾക്കുന്നില്ല.
പേര് പറ മക്കളെ. ക്ലാസ് കേൾക്കുന്നില്ല. മിസ്സേ ക്ലാസ് കേൾക്കുന്നില്ല. മിസ്സേ ക്ലാസ് കേൾക്കുന്നില്ല. ആർക്കും കേൾക്കുന്നില്ലേ? Those who can hear, please tell me. Raise the hand. Those who can hear. കേൾക്കാൻ പറ്റുന്നവരൊന്ന് കൈപൊക്കിക്കേ. കേൾക്കാൻ പറ്റാത്തവർ ഇങ്ങനെ ഒന്നാക്കിക്കേ. മിസ്സേ ക്ലാസ് കേൾക്കുന്നില്ല. മിസ്സേ. Okay. Second one, watch. For watch, is it electricity necessary for watch? No. Next, third one, so put a wrong mark for watch. Next, third one is washing machine. So, is electricity necessary for washing machine? For washing machine, electricity? Yes, it is necessary. Okay. Then, very good. Put a tick mark for washing machine. And fourth one is cutting plier. Is electricity necessary for cutting plier? No need, isn't it? But it is a machine. The machines are. Okay. Then, very good. Next, we will study page test book open book. Listen. What does a computer do? എന്തിനാ നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത്? ഈ കമ്പ്യൂട്ടർ എന്തൊക്കെ വർക്കാ ചെയ്യുന്നേ? നമ്മുടെ ഫുഡ് ഒക്കെ കുക്ക് ചെയ്യോ? Will it help your mummy to cook food? Yes or no? Will the computer ആദ്യമൊക്കെ മമ്മിമാരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അടുക്കള വന്നിട്ട് ചോറ് വെക്കാനും ദോശ ഉണ്ടാക്കാനും ഒക്കെ? ഇല്ല അല്ലേ? അപ്പൊ അങ്ങനത്തെ വർക്കൊന്നും ചെയ്യുന്നില്ല. ഓക്കെ. It does not help your mother to cook. Who is that talking too much? I told you to say the name if you are talking. I can't identify you. മിസ്സേ അവർക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവര് പേരെങ്ങനെ പറയും? Please tell me the name. മിസ് ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ കമ്പ്യൂട്ടർ നമ്മുടെ മമ്മിമാരെ കിച്ചണിൽ വന്ന് കുക്കിങ്ങിനൊന്നും ഹെൽപ്പ് ചെയ്യുന്നില്ല അല്ലെ? ഓക്കെ, ബട്ട് കമ്പ്യൂട്ടേഴ്സ് ആർ യൂസ്ഫുൾ ഫോർ us in many cases. നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മുടെ കമ്പ്യൂട്ടർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, what all the things does a computer help us? ഒരു കമ്പ്യൂട്ടർ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്? ഞാൻ പറയുന്ന ആള് മാത്രം പറഞ്ഞാൽ മതി പ്ലീസ്. സയാൻ, can you hear me, Sayan? Okay, Sayan, can you hear? Okay. മോൻ ഇനി എന്ന് പറഞ്ഞേ കമ്പ്യൂട്ടർ നമ്മൾ എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞേ. ഒരു ഉദാഹരണം പറ. എല്ലാരും കണ്ടുപിടിച്ച് വെക്കണേ. I will ask. To draw. Okay. Okay, draw pictures to do our homework. Next, to see movies. Okay. പറഞ്ഞോ. Good. എല്ലാം കറക്റ്റ് ആണ് കേട്ടോ. Next, Rishikesh. Okay, say okay, Rishikesh. Just tell me, how do computer help us? What does a computer do? Homework. Draw and paint. Draw paintings. Play games. Play games. Do sums. Do sums, maths. Okay. Write letters. Letters. Watch movies. Okay. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇനിയുണ്ട്, കുറെ കാര്യങ്ങളും കൂടെ ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്രയൊക്കെ മതി. പക്ഷെ നിങ്ങൾ ഈ ഹോസ്പിറ്റലൊക്കെ കണ്ടിട്ടില്ലേ? ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഹോസ്പിറ്റലിൽ കമ്പ്യൂട്ടർ കണ്ടിട്ടുണ്ടോ? You have seen. Okay. When you go to banks, have you seen computer in the bank? Yes. And ആരും അൺമ്യൂട്ട് ചെയ്യില്ലേ? മ്യൂട്ട് തന്നെ ചെയ്ത് വെക്കണം. ടീച്ചർ പറയുമ്പോൾ മാത്രമേ ചെയ്യാവുള്ളൂ. ഓക്കെ. ബിക്കോസ് സൗണ്ട് വരുന്നുണ്ട്, അതുകൊണ്ടാണ്. Okay, then when you go to big shops, you can see computers. In big shops, you can see computers.
വലിയ ഷോപ്പിൽ കമ്പ്യൂട്ടർ കണ്ടിട്ടുണ്ട് അല്ലേ? ബാങ്ക്സ്, ഹോസ്പിറ്റൽസ്, in offices, in schools, and all you have seen. Those why do they are using computer there? You know. ഹിബ ഫാത്തിമ ഇപ്പൊ കേൾക്കുന്നുണ്ടോ മോളെ? ഓക്കെ, ഇപ്പൊ കേൾക്കുന്നില്ലേ? ഓക്കെ, ഹിബ റീജോയിൻ ചെയ്തിട്ടുണ്ട്. ആരാണ് അൺമ്യൂട്ട് ചെയ്യാതെ സംസാരിക്കുന്നയാള്? സംസാരിക്കില്ല മക്കളെ, വേറെ സൗണ്ട് വരുന്നുണ്ട്. നല്ല മക്കളല്ലേ ടീച്ചർ പറയുന്ന അനുസരിക്കുക? നല്ല മക്കളല്ലേ ടീച്ചറിന്റെ? ഞാൻ എല്ലാരോടും പറഞ്ഞു സെക്കൻഡ് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് ആർ വെരി ഗുഡ് ചിൽഡ്രൻ. പക്ഷെ ഇവിടെ ആരോ വീണ്ടും ഇത് ചെയ്യുന്നുണ്ട്. ഈ കുര്യന്റെ സൗണ്ട്, കുര്യന്റെ ഫോണിന് എന്താ പ്രശ്നം? അൺമ്യൂട്ട് ആവുന്നില്ല മുത്തേ. ഓക്കെ, കുര്യനെ ഇനി ഫോണിൽ തൊടരുത് മുത്തേ. കുര്യനെ ഫോണിൽ തൊടരുതേ. മിസ് അൺമ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫോണിൽ തൊടരുത്, ആരും തൊടരുത് കേട്ടോ. നല്ല മക്കളല്ലേ? ഞാൻ പറഞ്ഞ സെക്കൻഡ് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് ആർ വെരി ഗുഡ് സ്റ്റുഡൻസ്. They will obey whatever teacher says. Okay, so in schools, offices, then hospitals, big shops and all, they are using computers for their works. അപ്പൊ അതിൽ എന്തിനാന്ന് വെച്ചാല് നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് സപ്പോസ് ഷിഫാന ഫാത്തിമ ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ ഷിഫാനയുടെ they will ask your name. Okay, then you will tell your name, age, place and all. നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നാ വന്നതെന്നൊക്കെ അവർ ചോദിക്കും. എത്ര വയസ്സായി, എന്ത് അസുഖത്തിനാണ് വന്നതെന്നൊക്കെ. they will record it in their computer, all the details, and they will save and keep the data in the computer. And if Shifana goes to hospital for fever, she will get medicine and all. After 1 month or 2 months, again she gets fever or anything. If she goes to hospital, she will tell her name. What's your name? Shifana Fatima. Then they will check the record there in the computer. They can find out all the details about Shifana in that computer, which they have saved 1 or 2 months back. Not only 1 or 2 months, maybe after 1 year or 2 years, even if she goes, they can find out the details from the computer because it is stored in the memory of the computer. ഞാൻ പറഞ്ഞത് നമുക്ക് മനസ്സിലായോ? ഓക്കെ, ഇപ്പൊ സപ്പോസ് നമ്മൾ ഒരാൾ ഹോസ്പിറ്റലിൽ പോയി. ഷിഫാന എന്ന് നമ്മൾ ആദ്യം പറഞ്ഞുകൊണ്ട് ഷിഫാനെ തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ വിടാം. അവൾക്ക് പനിയായിട്ട് അവള് ഹോസ്പിറ്റലിൽ ചെന്നു. ഓക്കെ, ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവളുടെ പേര് ചോദിച്ചു, ഏജ്, വയസ്സ് ചോദിച്ചു, പ്ലേസ്, ഏത് സ്ഥലത്ത് നിന്നാ വന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. എല്ലാ ഡീറ്റെയിലും അതിൽ സേവ് ചെയ്ത് വെച്ചു. അതിനുശേഷം മരുന്നൊക്കെ കൊടുത്തു വിട്ടു, അസുഖമൊക്കെ പോയി. 1 വർഷം കഴിഞ്ഞപ്പം വീണ്ടും അവള് പോവുകയാണ്. അവൾക്ക് ഇപ്പം കാലുവേദനയാണ്, ഇപ്പം പനിയില്ല. ഷീ ഈസ് ഹാവിംഗ് ലെഗ് പെയിൻ. അപ്പൊ ലെഗ് പെയിൻ ആയിട്ട് അവള് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ they will ask നെയിം. അപ്പൊ അഗൈൻ പറയും ഷിഫാന ഫാത്തിമ എന്ന് പറയുമ്പോൾ അവര് കമ്പ്യൂട്ടറിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നോക്കും, അടിച്ചു നോക്കും. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഷിഫാന ഫാത്തിമ. ഷിഫാനയുടെ വീട് എവിടെയാ മുത്തേ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ മോളുടെ വീട് എവിടെയാന്ന് ടീച്ചർക്ക്. നീലിരിങ്ങ. How old are you? 7 years old. 7 years old. What's your father's name? Shahjahan. What's your mother's name? Sajida. Okay. So these are the details about Shifana. So ഷിഫാനയ്ക്ക് അവരൊരു കോഡ് നമ്പർ കൊടുത്തിട്ടുണ്ടാകും. ആ കോഡ് നമ്പർ അടിച്ച് മുഹമ്മദ് നാഫി, how you are sitting in the class? Please sit properly in the class, Muhammad Nafi. Keep your legs down. Don't keep the legs on the table and sit straightly. Don't lean like that way. You have to sit properly in the class. Okay? That is good manner. Okay. So next, 1 വർഷം കഴിഞ്ഞതിന് ശേഷം പനിയൊക്കെ പോയി ഷിഫാനയുടെ അല്ലെ? പനി പോയില്ലേ കഴിഞ്ഞ തവണ ഹോസ്പിറ്റലിൽ പോയിട്ട് മരുന്ന് വാങ്ങിച്ചതിന് ശേഷം? Yes. Now she is having leg pain. ഇപ്പൊ 1 വർഷമായി. ഇപ്പൊ now you are in ഫസ്റ്റ് സ്റ്റാൻഡേർഡിലായിരുന്നപ്പോഴാണ് ഹോസ്പിറ്റലിൽ പോയത്. ഓക്കെ, അപ്പൊ പനിയുടെ മരുന്നെല്ലാം വാങ്ങിച്ചു. ഓക്കെ, ഇപ്പൊ സെക്കൻഡ് സ്റ്റാൻഡേർഡിലെത്തി. now she is having leg pain when she goes to hospital. മുഹമ്മദ് ബീവി, അതുപോലെ ടെസ മരിയ, സിറ്റ് ക്വയറ്റ്ലി. ടെസ കുട്ടി ഇരിക്കുക, ശരിക്കും ഇരിക്കും മോളെ. ഓക്കെ, അപ്പൊ ഈ 2ാം ക്ലാസ്സിലെത്തിയപ്പം പനിയല്ല, കാല് വേദനയായിട്ട് മോള് പോയി. അപ്പൊ അവിടെ ചെന്നിട്ട് ഷിഫാനയ്ക്ക് ഒരു കാർഡ് കൊടുത്തിട്ട് അതിലെ കോഡ് നമ്പർ അടിച്ചപ്പോഴത്തേന് എല്ലാ ഡീറ്റെയിലും വന്നു.
ഇനി പറഞ്ഞു കൊടുക്കൊന്നും വേണ്ട. ഷിഫാന ഫാത്തിമ, നീലിരിങ്ങ, എന്താ ഷാജഹാന്, സാജിദ, അങ്ങനത്തെ പേരുകളൊന്നും പറഞ്ഞു കൊടുക്കണ്ട. എല്ലാം കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ. സോ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കെല്ലാം നമ്മുടെ റെക്കോർഡ്സുകളെല്ലാം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. ബട്ട് ഫോർ യു ചിൽഡ്രൻ, കമ്പ്യൂട്ടേഴ്സ് ആർ യൂസ്ഡ് ടു പ്ലേ ഗെയിംസ്, ടു ഡ്രോ പിക്ചേഴ്സ്, ടു ഡു ഹോംവർക്സ് ആൻഡ് ഓൾ. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്നത് അല്ലേ? ഷിഫാന ഇനി അൺമ്യൂട്ട് ചെയ്ത് വെച്ചോട്ടോ. ഓക്കെ. സോ സി, നിങ്ങളുടെ പേജ് നമ്പർ 5 ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 5 കണ്ടോ? വാട്ട് ഡസ് എ കമ്പ്യൂട്ടർ ഡു? കമ്പ്യൂട്ടേഴ്സ് ഡു അവർ ഹോംവർക്ക്. കമ്പ്യൂട്ടർ പേനയൊക്കെ എടുത്തോണ്ട് വന്ന് എഴുതി തരുന്നല്ല, നമ്മൾ നെറ്റിലൊക്കെ അടിച്ചു കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ഹോംവർക്കിന്റെ ഒരു ഡീറ്റെയിൽ നമുക്ക് കിട്ടും. അതിൽ നോക്കി നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. നെക്സ്റ്റ് സെക്കൻഡ്, ഡ്രോ പെയിന്റ്. കമ്പ്യൂട്ടറിൽ ഒരു ഇതുണ്ട്, പെയിന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങൾ വരയ്ക്കാം, അതിൽ പെയിന്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതില് സ്റ്റാമ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ പിക്ചേഴ്സ് വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ വരയ്ക്കുമ്പോഴൊക്കെ ക്ലിയർ ആയിട്ടൊന്നും വരത്തില്ല, പക്ഷെ നമ്മൾ സ്റ്റാമ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ ക്ലിയർ ആയിട്ടുള്ള പിക്ചർ അതിനകത്ത് വരും. പക്ഷെ അതിന് ഔട്ട്ലൈൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ, നമ്മൾ അതിന് പ്രോപ്പർ കളർ കൊടുക്കുക. ഓക്കെ. അതുപോലെ നെക്സ്റ്റ്, പ്ലേ ഗെയിംസ്. ഓ, നിങ്ങൾക്ക് ഒരു മൊബൈൽ കിട്ടിയാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അല്ലേ, മൊബൈലിൽ ഗെയിം കളിക്കാം. Okay, how many of you എന്തുവാ ഏത് നേരം മൊബൈലിൽ പറഞ്ഞോണ്ടിരിക്കുന്നത്? കുര്യൻ ജോസഫ്, എന്താ മോനെ കുര്യൻ ജോസഫേ, കുര്യൻ എന്താ ഫോണ് തന്നെ മ്യൂട്ട് ആക്കുന്നതാണോ? സോറി, അൺമ്യൂട്ട് ആക്കുന്നതാണോ അത് തന്നെ ആകുന്നതാണോ മോനെ? ഇനി ഒന്നും ചെയ്യില്ല കേട്ടോ, ഫോണിൽ ഒന്നും ചെയ്യില്ല, തന്നെ ആകുന്നാന്ന് തോന്നുന്നു. മോനൊന്നും ചെയ്യാത്തായിരിക്കും, പക്ഷെ സൗണ്ട് വരുന്നുണ്ട്. ഓക്കെ. ഓക്കെ. പിന്നെ how many of you like to play games on computer or mobiles and all? ആഹാ. അയ്യോ, ഇവിടെ ആകെ 2 പേരെങ്ങാണ്ട് കൈ പൊക്കിയിട്ടുള്ളല്ലോ. ബാക്കി ആർക്കും കമ്പ്യൂട്ടറിലൊന്നും ഗെയിം കളിക്കാറില്ല നിങ്ങള്? എല്ലാരും കളിക്കുന്നുണ്ട്, എനിക്കറിയാം. ഫോൺ കിട്ടി ഇപ്പൊ തന്നെ കണ്ടില്ലേ, മ്യൂട്ട് ചെയ്യുന്നു, അൺമ്യൂട്ട് ചെയ്യുന്നു, എന്തെല്ലാം കളികൾ നിങ്ങൾ കളിക്കുന്നുണ്ടല്ലേ. പിന്നെ ഗെയിംസ് ഒക്കെ ഉണ്ട്, കാർ റേസിംഗ് ഉണ്ട്, ഒരുപാട് ഗെയിംസ് ഉണ്ട്, ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ കളിക്കും അല്ലേ? ഓക്കെ. നിങ്ങൾ എല്ലാവരും കളിക്കുന്നുണ്ടെന്ന് മിസ്സിന് അറിയാം. കുഴപ്പമില്ല. പക്ഷെ അത് ക്ലാസ് ടൈമിലൊന്നും കളിക്കണ്ട. ഒരുപാട് സമയം കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ മൊബൈൽ. ഷിഫാന ഫാത്തിമ, ഷിഫാന is not playing with a mobile. Your mummy will not give you. Okay. Good child. Okay, ningal okay, little time you can play, but not always, because it will affect your eyes. ഈ കുര്യൻ ജോസഫ്, എന്റെ പൊന്നു മോൻ ഇത് അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സംസാരിക്കരുത്. ഇനി വേറെ ആരോ ഉണ്ട്, ആരോ സംസാരം കേൾക്കുന്നുണ്ട്. Who is that? Don't waste my time please. പേരൻസ് ഒന്ന് കെയർഫുൾ ആയിരുന്നേ. പേരൻസ് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് കുട്ടിയോട് സംസാരിക്കുന്നതെല്ലാം ഇവിടെ കേൾക്കുന്നുണ്ട്, നമുക്കത് ബുദ്ധിമുട്ട് വരുന്നു. നാളെ മുതൽ മിസ് തന്നെ നിങ്ങളെ മ്യൂട്ട് ചെയ്ത് വെക്കും, അപ്പം പിന്നെ പ്രശ്നം തീരും, ആരും സംസാരിക്കൂല. ശ്രീഹരി, പ്ലീസ് സിറ്റ് ഡൗൺ. ഓക്കെ. അപ്പം ഗെയിം കളിക്കാൻ വേണ്ടി കമ്പ്യൂട്ടർ ഉപയോഗിക്കും. one thing listen please, you should be careful, don't play with the mobile and computer always. അപ്പൊ എന്താ സംഭവിക്കുന്നേ, മൊബൈൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കിയിരിക്കണം. അതിനകത്ത് ആ ലൈറ്റ് നമ്മുടെ കണ്ണിനെ എഫക്ട് ചെയ്യും. യു ആർ സ്മോൾ ചൈൽഡ്, നിങ്ങൾ ചെറിയ കുട്ടികളല്ലേ. അപ്പൊ ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെ കമ്പ്യൂട്ടറിൽ നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ കണ്ണിനെ പെട്ടെന്ന് അത് ബാധിക്കും. നിങ്ങളൊരു 10 years 20 years ആകുമ്പോഴത്തേനും നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ചശക്തി എല്ലാം കുറയും. ഓക്കെ. അതുകൊണ്ട് മക്കളാരും ഗെയിം കളിക്കില്ല. ഒരുപാട് സമയം, ലിറ്റിൽ ടൈം യു ക്യാൻ പ്ലേ, കുറച്ച് സമയം. അതുപോലെ യു ക്യാൻ വാച്ച് ടി വി ആണെങ്കിൽ തന്നെ എപ്പോഴും ടി വി തന്നെ നോക്കിയിരിക്കരുത്. യു ഗോ ഔട്ട്സൈഡ് ആൻഡ് പ്ലേ. ഈ ഫോണില്, കമ്പ്യൂട്ടറില്, ടിവിയില് ഒക്കെ ഗെയിമും കണ്ട്, ടിവിയിലെ കാർട്ടൂൺസ് കണ്ട് ഇങ്ങനെ ഒരുപാട് സമയം നിങ്ങൾ വേസ്റ്റ് ചെയ്യില്ല. നല്ല മക്കളല്ലേ? ടീച്ചർ പറയുന്ന പോലെ ചെയ്യോ, കുറച്ച് സമയം മാത്രം കളിച്ചിട്ടിരിക്കുവോ? ഓക്കെ. ഇഫ് യു ഡു ലൈക്ക് ദാറ്റ് വേ, ഷോ ദ ലൈക്ക് ദിസ് വേ, നല്ല മക്കളായിട്ടിരിക്കും. ഒരുപാട് സമയം ഗെയിം കളിക്കില്ല എന്നുള്ളൊരു ഒന്ന് കൈ കാണിച്ച ടീച്ചറിനെ. ജോൽ മരിയ ഇങ്ങനെ കാണിക്കുന്നത്. ജോൽ എപ്പോഴും കളിക്കില്ല മുത്തേ.
ഓക്കെ, നല്ല മക്കളാകണം കേട്ടോ. ഓക്കെ, നല്ല മക്കള്. ഓക്കെ, വെരി ഗുഡ്. സെൻ ഇവിടെ നമുക്ക് കമ്പ്യൂട്ടറിൽ വാച്ച് മൂവീസ് ആൻഡ് ലിസൺ മ്യൂസിക് ഒക്കെ ഇങ്ങനെ നല്ല ഗുണങ്ങൾ ഒത്തിരി ഉണ്ട്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് പേജ് എടുത്ത് നമുക്ക് പാഠം തീർന്നു മക്കളെ. ടെക്സ്റ്റ് ബുക്ക് എല്ലാവരുടെയും കൈവശം ഉണ്ടോ? പെൻസിൽ ഉണ്ടോ കയ്യില്? യെസ്. Those who have no pencil with you, please take a pencil. സംസാരിക്കരുത്. Don't talk to mummy or brother or sister. Okay, take a pencil with you. പേജ് നമ്പർ 6 എടുത്ത് ടെക്സ്റ്റ് ബുക്കിന്റെ. നല്ല മക്കൾ, എല്ലാവർക്കും പെൻസിലൊക്കെ ഉണ്ടല്ലേ. വെരി ഗുഡ് ചിൽഡ്രൻ. സയാൻ കുട്ടൻ, സയാൻ സ്റ്റക്ക് ആണെന്ന് തോന്നുന്നു. സയാനും കേൾക്കുന്നില്ലേ? ആവയോ? ഓക്കെ. First, name the types of computers these people use. First question, teacher will read. You just answer. Teacher വൈകുന്നേരം ആകുമ്പോൾ, ഇന്നിപ്പോൾ ടീച്ചറിന് ഒരുപാട് ക്ലാസ് ഉണ്ട്, ഫ്രീ ഇല്ല. വൈകുന്നേരം ആകുമ്പോൾ ടീച്ചർ ഇതെല്ലാം ഗ്രൂപ്പിൽ ഇട്ട് തരും. അപ്പൊ മക്കളെല്ലാം ടെക്സ്റ്റ് ബുക്കിലേക്ക് എഴുതണം കേട്ടോ. ഇപ്പൊ എഴുതാത്തവര് ടെക്സ്റ്റ് ബുക്കിലേക്ക് എഴുതണേ. ഓക്കെ, ഫസ്റ്റ് വൺ. നീര വർക്ക്സ് ഇൻ ആൻ ഓഫീസ്. ഷീ ഹാസ് എ ഡെസ്ക് ജോബ്. നീര ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന, അവൾക്ക് ഡെസ്ക് ജോബ് ഉണ്ട്. ഷീ യൂസസ് എ ഡാഷ് കമ്പ്യൂട്ടർ. എന്ത് കമ്പ്യൂട്ടർ ആയിരിക്കും നീര ഉപയോഗിക്കുന്നത്? കമ്പ്യൂട്ടറിന്റെ പേരറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്ക. അമ്മനക്ക് അറിയാം. അമ്മന ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് അമ്മനെ ഒന്ന് പറഞ്ഞ മുത്തേ, ഏത് കമ്പ്യൂട്ടർ അമ്മന? അല്ല, പറഞ്ഞോ, മോള് പറഞ്ഞോ. Desktop computer. Very good. Desktop computer. Okay, teacher will tell. Desktop computer. Okay, very good. Very good. Unmute ചെയ്തോ, എല്ലാവരും unmute ചെയ്തോ. ഡൊമിനിക്ക. Okay. Say desktop computer. I will say the spelling. You just listen and write. D-E-S-K. T-O-P. Desktop. അതില് D ഉണ്ട്, K ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ. സോ ഫസ്റ്റ് അതില് E-S, പിന്നെ K അവിടെയുണ്ട്. T-O-P, desktop computer. കേക്കുന്നില്ല. ഓക്കെ, ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ടീച്ചറും വൈകുന്നേരം വാട്സാപ്പിൽ ഇട്ട് തരും കേട്ടോ. ഇനി കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് ടീച്ചർ വൈകുന്നേരം വാട്സാപ്പിൽ ഇട്ട് തരാം. സെക്കൻഡ് വൺ. രാമൻ travels a lot. He uses a computer which he can carry with him. അതിന്റെ പിക്ചർ തന്നെ അവിടെ തന്നിട്ടുണ്ട്. രാമൻ എപ്പോഴും യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഏത് തരം കമ്പ്യൂട്ടറാണ് രാമൻ കൊണ്ട് നടക്കുന്നത്? അത് ആര് ആൻസർ പറയും? ഷിഫാന, ഫാത്തിമ പറയോ? ഓക്കെ, പറഞ്ഞോ. വെരി ഗുഡ്. ലാപ്ടോപ്പ്. സ്പെല്ലിംഗ് ലിസൺ. ഞാൻ പറയാതെ അഡ്മിറ്റ് ചെയ്തേക്ക് എല്ലാരും. ലാപ്ടോപ്പ്. LAPTOP. ആരാണ് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയുന്ന ആള്? അൺമ്യൂട്ട് ചെയ്യില്ല മക്കളെ. ഓക്കെ, ലാപ്ടോപ്പ്. സ്പെല്ലിംഗ് കിട്ടാത്തവര് മമ്മിയോട് ചോദിക്കുക. LAP, ലാപ്, TOP, ടോപ്പ്. ഓക്കെ, നെക്സ്റ്റ്. Have you completed? Third one. Seema uses a very small computer. She uses a dash computer. Small computer. What is that? She carried in the hand. കയ്യിൽ എടുത്തുകൊണ്ട് നടക്കാവുന്ന ഒരു കമ്പ്യൂട്ടർ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. Who will tell? There is Rishikesh. Rishikesh, please unmute and tell me. Rishikesh, tell me. Palm top. Very good. Palm top. PALMTOP. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കുന്ന പേരൻസ് പ്ലീസ് ഡോണ്ട്. അൺമ്യൂട്ട് ചെയ്തിട്ട് പേരൻസ് സംസാരിക്കില്ലേ മക്കളെ? അമ്മമാരോട് പറ.
palm top. PALM, palm, TOP, top. Okay. LMA illa, LM, TOP, top, palm top. Next, fourth question. Have you completed third one? Fourth question. Don't talk, please. നല്ല മക്കളാന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ചു. നമ്മുടെ ടൈം തീരാനായി. 1 minute, 2 minutes ഇല്ല കംപ്ലീറ്റ്. ഓക്കെ. Hari is a scientist. He uses a very fast computer. He uses dash computer. Hari ഒരു സയന്റിസ്റ്റ് ആണ്, ശാസ്ത്രജ്ഞനാണ്. അപ്പം ഒത്തിരി ഫാസ്റ്റ് ആയിട്ട്. Super computer. Very good. Super computer. Very good. Super computer. I will tell the spelling. SUPERCOMPUTER. Super computer. മക്കളെ ഞാൻ പലതവണ പറഞ്ഞു, നിങ്ങൾ പറയണ്ടാന്ന്. ടീച്ചർ പറയുമ്പം നിങ്ങളും കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല. അതുകൊണ്ടാണ്. ഓക്കെ മക്കളെ. അപ്പൊ ഫസ്റ്റ് വൺ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ, സെക്കൻഡ് വൺ ലാപ്ടോപ്പ്, തേർഡ് വൺ പാം ടോപ്പ്, ഫോർത്ത് വൺ സൂപ്പർ കമ്പ്യൂട്ടർ. ഓക്കെ അല്ലേ? ആൻഡ് ഇനി വേറെ അത് നമ്മളുടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് എഴുതണം, പിന്നെ നോട്ട് ബുക്കിലേക്ക് എഴുതണം കേട്ടോ. ഓക്കെ. ടീച്ചർ വൈകുന്നേരം ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം ഹോംവർക്ക്. ഓക്കെ. നെക്സ്റ്റ് നമ്മള് ഹ്യൂമൻസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്. നമുക്ക് സമയമില്ല, തീരാനായി. അപ്പൊ എല്ലാവർക്കും ബൈ പറയാണ്. നല്ല കുട്ടികളാകുക. ഹാവ് യുവർ ലഞ്ച്. ഗോ ആൻഡ് ഹാവ് യുവർ ലഞ്ച്. ബൈ. Yes, you are writing your notebook. ബൈ മക്കളെ. നല്ല മക്കളാകണം കേട്ടോ. മൊബൈലൊന്നും കളിച്ചോണ്ട് സമയം കളയരുത്. ഓക്കെ. Thank you, teacher. Welcome.